റെയിൽപാളത്തിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നു. ട്രെയിൻ തൊട്ടപ്പുറത്തെത്തി എന്ന് ഇപ്പുറത്തുള്ള കുറച്ച് യുവാക്കൾ കണ്ടുവെങ്കിലും ആ സ്ത്രീയോടൊന്ന് മാറണം എന്ന് പറയാൻ പോലും മെനക്കെടാതെ ഈ ട്രെയിൻ ആ സ്ത്രീയെ തട്ടുന്നത് തങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഏറ്റവും മനോഹരമായ വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും എന്ന തിരിച്ചറിവ് പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോയിൽ പകർത്തി ആ സ്ത്രീ ട്രെയിൻ തട്ടി അതിദാരുണമായി മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഒന്നാമത്തെ ഇന്നത്തെ പത്രവാർത്ത. ഇന്നലെ രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോഴിക്കോട്ടെ കടലുണ്ടിയിൽ റെയിൽപാളത്തിലൂടെ നടന്നു പോകുന്നു. ചെവി കേൾക്കാത്ത രാമൻ തൊട്ടപ്പുറത്തു നിന്നും ആളുകൾ ട്രെയിൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ബഹളം വെച്ചുവെങ്കിലും രാമൻ കേട്ടില്ല. തൊട്ടപ്പുറത്തു നിന്ന റഹ്മാൻ ഓടിയ രാമനെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും രണ്ടുപേരും ട്രെയിൻ തട്ടി മരണപ്പെട്ടു എന്നതായിരുന്നു ഇന്നലത്തെ വാർത്ത. റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. കേവലം നാമം മാത്രമായി പേര് കൊണ്ട് നടക്കുന്നവർക്കിടയിൽ ദൈവത്തിന്റെ സാന്നിധ്യമാകാൻ കഴിഞ്ഞ റഹ്മാനാവണം എന്ന സന്ദേശമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ യാത്രയിലൂടെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തോട് പറയുന്നത്. ഞങ്ങൾ ഈ ജാഥയുമായി കടന്നു വന്നപ്പോൾ ഈരാറ്റുപേട്ടയിലും കോട്ടയത്തുമൊക്കെ എത്തിയപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ഈ ജാഥയുടെ ക്യാപ്റ്റനുമായ PM സാദിഖ് അലിയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ധാരാളം ഫ്ലക്സ് ബോർഡുകൾ വെച്ചു, ഞങ്ങൾ ധാരാളം കൊടികൾ കെട്ടി, ഞങ്ങളുടെ കൊടികൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ ജാഥ കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നു എന്ന തെളിവാണ് ഈ ഫ്ലക്സ് ബോർഡുകളും ഈ പതാകയും നശിപ്പിച്ചതിലൂടെ നമുക്ക് ബോധ്യമായത് എന്ന്. എന്തിനാണ് യൂത്ത് ലീഗ് ഇപ്പം ഒരു ജാഥയുമായി കടന്നു വന്നത്? ഈ നാടിന്റെ ചരിത്രമായി അറിയുന്നത് കൊണ്ടാണ്. ഈ നാടിന്റെ ചരിത്രം എന്താണ്? മങ്ങാട്ടച്ചന്റെയും കുഞ്ഞായി മുസ്ലിയാരുടെയും കഥകളാണ് കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളർന്നത്. ഇവിടെ തൊട്ടടുത്താണ് എരുമേലി ഉള്ളത്. മകരമാസം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയത്. എരുമേലിയിൽ വാവരുടെ പള്ളിയിൽ കയറി വാവരെ കാണാതെ അയ്യപ്പസ്വാമിയെ കാണാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിമാരുടെ മണ്ണാണ് നമ്മുടെ മണ്ണ്. പറങ്കിപ്പടയോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി അറബിക്കടലിൽ സാമൂതിരിയുടെ മണ്ണിനെ സംരക്ഷിക്കാൻ പടപൊരുതിയ കുഞ്ഞാലിമരക്കാരുടെ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഈ മണ്ണിന്റെ ചരിത്രം അറിയുന്നത് കൊണ്ടാണ് യൂത്ത് ലീഗ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്. മലപ്പുറം ജില്ലയിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ കളിയാട്ടം എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട്. ആ കളിയാട്ടത്തിനൊരു തീയതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ സമീപിച്ചത് മഹാനായ മമ്പുറം തങ്ങളെയാണ്. ഇടവമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന തീയതി നിശ്ചയിച്ചു കൊടുത്തു മമ്പുറം തങ്ങൾ. ഹൈന്ദവ സഹോദരങ്ങൾക്ക് കളിയാട്ടം നടത്താൻ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു ആഘോഷത്തിന് തീയതി നിശ്ചയിക്കാൻ മമ്പുറം തങ്ങളെ സമീപിക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ആ ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷത്തിന് തീയതി നിശ്ചയിച്ചു കൊടുക്കാൻ മമ്പുറം തങ്ങൾക്കും യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ആ മണ്ണിന്റെ ചരിത്രം അറിയുന്നത് കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മതേതര കേരളത്തിന് വേണ്ടി വർഗീയതക്കെതിരായി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന മുദ്രാവാക്യവുമായി കടന്നു വന്നത്. യൂത്ത് ലീഗ് ഈ രാജ്യത്തോട് പറയുന്നത്, ഒരിക്കലൊരു കൊച്ചുകുട്ടി ഇന്ത്യയുടെ ഭൂപടം വലിച്ചു കീറി ഒരാൾക്കൂട്ടത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ആർക്ക് സാധിക്കും ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? അവിടെ തടിച്ചുകൂടിയ ആളുകൾ പലരും ശ്രമിച്ചു. ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു പോയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ കൊച്ചുകുട്ടിയോട് ചോദിച്ചു, നിനക്ക് സാധിക്കുമോ ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? ആ കുട്ടി വളരെ നിഷ്പ്രയാസം ഇന്ത്യയുടെ ഭൂപടം യോജിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ആളുകൾക്ക് അത്ഭുതമായി, എങ്ങനെ സാധിച്ചു? ഇന്ത്യയുടെ ഭൂപടം വരച്ചു പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഈ കൂട്ടത്തിലുണ്ട്. അവർക്കാർക്കും സാധിക്കാത്തത് ഇത്ര നിഷ്പ്രയാസം നിനക്കെങ്ങനെ സാധിച്ചു? ആ കുട്ടി പറഞ്ഞു, ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മറുഭാഗത്ത് ഒരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ചിത്രം നേരെയാക്കിയപ്പോൾ രാജ്യം നേരെയായി എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ രാജ്യത്തോട് ആ കുട്ടി പറഞ്ഞത്. മുസ്ലിം യൂത്ത് ലീഗും വർഗീയതക്കെതിരായി മതേതര കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ രാജ്യത്തിനു മാതൃകയായി നിന്നുകൊണ്ട്
നമ്മുടെ കേരളത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ ചരിത്രവും പാരമ്പര്യവും മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണം എന്നാവശ്യപ്പെടുമ്പോൾ ഇത് കേവലമായ ഒരു മുദ്രാവാക്യമായി കാണാതെ ഈ മുദ്രാവാക്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.